നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സാമൂഹ്യ സേവനത്തിന് സന്യാസിമാരുടെ സംഘടന എന്ന ശ്രീബുദ്ധൻ്റെ ആശയം സ്വാമി വിവേകാനന്ദൻ കാലോചിതമായി നടപ്പിലാക്കി. ദരിദ്രനാരായണ പൂജയാണ് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് 100 വർഷങ്ങൾക്ക് മുന്നേ സ്വാമി പറഞ്ഞത് അന്നത്തെ പോലെ ഇന്നും പ്രസക്തമാണ്. ഈശ്വരാവതാരമെന്ന് താൻ വിശ്വസിച്ച തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ച അതേ ഭക്തിയോടെ കൽക്കത്തയിൽ പ്ലേഗ് പടർന്നപ്പോൾ രോഗികളെ സേവിക്കാനും അതിനു വേണ്ടി വന്നാൽ ബേലൂർ മഠം പോലും വിൽക്കാനും അദ്ദേഹം തയ്യാറായി. സൃഷ്ടിയിലൂടെ കാണപ്പെടുന്നത് സ്രഷ്ടാവ് തന്നെയാണെന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഒരറിവ് മാത്രമായിരുന്നില്ല. ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുകയും കൈകളെ സദാ പ്രവർത്തന നിരതമാക്കുകയും ചെയ്ത ഒരു ശക്തിപ്രവാഹമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ പകർത്തിയ ജീവിത സന്ദേശമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. നിന്നുള്ളിൽ സത്തുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്ര എതിരാകുന്നുവോ അത്രയ്ക്കും ആ ശക്തി വികസിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ്. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. സാരസനത്തെ നയനെ താവേവ കരൗ സയേവ കൃതകൃത്യഃ യായേ യൗയോ ഭർഗം വദതീക്ഷത്തെ സദാർച്ചതഃ സ്മരതി. സാരസനത്തെ നയനെ താവേവ കരൗ സയേവ കൃതകൃത്യഃ യായേ യൗയോ ഭർഗം വദതീക്ഷത്തെ സദാർച്ചതഃ സ്മരതി. തുടർന്ന് ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 93-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോമകലാധരമൗലൗ കോമളഘനകന്ധരേ മഹാമഹസി സ്വാമിനി ഗിരിജാനാഥേ മാമകഹൃദയം നിരന്തരം രമതാം. മാമകഹൃദയം നിരന്തരം രമതാം. മാമകഹൃദയം, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി നിരന്തരം അന്തരമില്ലാതെ ഇടതടവില്ലാതെ രമിക്കുമാറാകണമേ, ആനന്ദിക്കുമാറാകണമേ. എവിടെ? സോമകലാധരമൗലൗ, സോമകലാധരമൗലിയിൽ. സോമകലാധരമൗലി ആരാണോ മൗലിയിൽ സോമകലാധരൻ, സോമകലയെ ധരിച്ചിരിക്കുന്നത് പരമശിവൻ. ചന്ദ്രക്കലയെ മൗലിയിൽ ധരിച്ചവനിൽ കോമളഘന കന്ധരേ, കോമളമായ മനോഹരമായ ഘനം, മേഘം, മേഘസമാന വർണ്ണത്തോടു കൂടിയ കന്ധരേ, കഴുത്തിൽ. മഹാമഹസി, മഹസ് തേജസ്സാണ്. മഹാമഹസി, മഹാതേജോരൂപത്തിൽ, മഹാതേജോരൂപമായതിൽ. എന്താണ് അവിടുത്തെ തേജസ് എന്ന് പറയാൻ വയ്യ. ബ്രഹ്മാവിഷ്ണു തുടങ്ങിയ ദേവദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തേജസ്സാണ്. അങ്ങനെയുള്ളതിൽ സ്വാമിനി, സ്വാമിയിൽ. സ്വാമിനി സപ്തമി ഏകവചനമാണ് സ്വാമിൻ ശബ്ദത്തിൻ്റെ. സ്വാമി യജമാനനാണ്. ഈ ജഗത്തിൻ്റെ സ്ഥാവര ജംഗമാത്മകമായ ജഗത്തിൻ്റെ മുഴുവൻ യജമാനൻ. അങ്ങനെയുള്ള ഭഗവാനിൽ. ആരിൽ? ഗിരിജാനാഥേ, ഗിരിജയുടെ നാഥനിൽ. ഗിരി പർവ്വതം, പർവ്വതത്തിൻ്റെ പുത്രി ഗിരിജ, ഗിരിജയുടെ നാഥൻ, ഗിരിജാനാഥൻ. ഗിരിജാനാഥനിൽ, പരമേശ്വരനിൽ. മാമകഹൃദയം നിരന്തരം രമതാം, എൻ്റെ ഹൃദയം നിരന്തരം രമിക്കുമാറാകട്ടെ. തുടർന്ന് പറയുകയാണ്, സാരസനാതേ നയനേ താവേവ കരൗ സയേവ കൃതകൃത്യഃ യായേയൗ യോ ഭർഗം വദദീക്ഷേത സദാർച്ചത സ്മരതി. സാരസനാ തേ നയനേ താവേവ കരൗ സ ഏവ കൃതകൃത്യഃ യായേയൗ യോ ഭർഗം വദദീക്ഷേതേ സദാർച്ചത സ്മരതി. സാരസന, അവളാണ് രസന, നാവ്. തേ നയനേ, അവയാണ് കണ്ണുകൾ, രണ്ട് കണ്ണുകൾ. തൗ ഏവ കരൗ, അവ രണ്ടുമാണ് കരങ്ങൾ. സ ഏവ കൃതകൃത്യഃ, അവനാണ് കൃതകൃത്യൻ. യാ, യാതൊരുവൾ. യേ, യാവ. യൗ, യാവ രണ്ടെണ്ണം. യഹ, യാതൊരാൾ. ഭർഗം, ഭർഗനെ. വദതി, ഈക്ഷേതേ. സദാ അർച്ചതഃ സ്മരതി. ഇവിടെ സദാ എന്നുള്ള ശബ്ദം എല്ലാത്തിനോടും കൂടെ ചേർക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് സാരസന യാ ഭർഗം സദാ വദതി. അവളാണ് നാവ്. ആരാണോ എപ്പോഴും ഭർഗനെക്കുറിച്ച് പറയുന്നത്? ഭർഗൻ പരമശിവൻ, തേജോരൂപൻ. അപ്പം തേജോരൂപനായ ഭർഗനെക്കുറിച്ച് എപ്പോഴും പറയുന്ന നാവ് ഏതാണോ അതാണ് നാവ്. പിന്നെയോ, പിന്നെ പറയാണ് തേ നയനെ യേ സദാ ഭർഗം ഈക്ഷേതേ. അതാണ് കണ്ണുകൾ. യാവ രണ്ടെണ്ണം എപ്പോഴും ഭർഗനെ കാണുന്നുവോ. അപ്പോൾ എപ്പോഴും ശിവനെ കാണുന്നതാണ് കണ്ണുകൾ. അതാണ് കണ്ണുകൾ. അപ്പോൾ അല്ലാത്തവ കണ്ണുകളിലെ, അല്ലാത്തവ കണ്ണുകളാണെങ്കിലും അവ കണ്ണുകളുടെ ധർമ്മം ചെയ്യുന്നില്ല.
എപ്പോഴും ശിവനാമം, ശിവനെക്കുറിച്ച് പറയാത്ത നാവുകളല്ലേ? നാവ് തന്നെയാണ്, പക്ഷെ അവ നാവിൻ്റെ ധർമ്മം ചെയ്യുന്നില്ല. അപ്പം നാവിൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ട് അതാണ് നാവ്. യാതൊന്ന് എപ്പോഴും ശിവനാമം ജപിക്കുന്നുവോ അവയാണ് രണ്ട് കണ്ണുകൾ. ഏവ എപ്പോഴും ശിവനെ കാണുന്നുവോ. തൗ ഏവ കരൗ, അവ രണ്ടുമാണ് കൈകൾ. ഏതാണ് കൈകൾ? യൗ, യാവ രണ്ടെണ്ണമാണോ സദാ അർച്ചതഃ, എപ്പോഴും അർച്ചിക്കുന്നത്. അവിടെ ദ്വിവചനമാണ്. കരൗ എന്നുള്ളത് കൊണ്ടാണ് അർച്ചതഃ എന്ന് ദ്വിവചനം പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ശിവനെ അർച്ചിക്കുന്നതാണ് കൈകൾ. സയേവ കൃതകൃത്യ, അവനാണ് കൃതകൃത്യൻ. ആര്? യഹ, യാതൊരാൾ സദാ സ്മരതി, എപ്പോഴും സ്മരിക്കുന്നു. ഇപ്പം 4 വാചകങ്ങളാക്കി നമുക്ക് ഈ ശ്ലോകത്തെ തിരിക്കാം. ഏതൊരു നാവാണോ സദാ ശിവനാമം ജപിക്കുന്നത് അതാണ് നാവ്. യാതൊരു കണ്ണുകളാണോ ശിവനെ സദാ കാണുന്നത് അവയാണ് കണ്ണുകൾ. യാവ കൈകളാണോ ശിവനെ അർച്ചിക്കുന്നത് അവയാണ് കൈകൾ. യാതൊരാളാണോ സദാ ശിവനെ സ്മരിക്കുന്നത് അവനാണ് കൃതകൃത്യൻ. അപ്പോൾ കരണങ്ങളുടെ സാഫല്യം, അഥവാ കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ അർത്ഥവത്വം, സാഫല്യമെന്ന് പറയാം, അർത്ഥവത്വം എന്ന് മനസ്സിലാക്കൂ. ഓരോ കരണവും അർത്ഥവത്താകുന്നത് അത് ഈശ്വര കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ഈശ്വര കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് അർത്ഥവത്താകും. സദാ ഈശ്വര സ്മരണ ചെയ്യുന്ന ആൾ കൃതകൃത്യനാവും. സദാ ഈശ്വര പൂജ ചെയ്യുന്ന കൈകൾ അർത്ഥവത്താകും. സദാ ഈശ്വര ദർശനം ചെയ്യുന്ന കണ്ണുകൾ അർത്ഥവത്താവും. സദാ ഈശ്വരനാമം ജപിക്കുന്ന നാവ് അർത്ഥവത്താകും എന്ന് പറയുമ്പോൾ അപ്രകാരമായി തീരണമേ എന്ന് സ്വയം സങ്കല്പിക്കുകയാണ്, മറ്റുള്ളവരോട് ആശയം പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജന്മത്തെ സഫലമാക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പണ്ട് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാട് ചിറ്റൂർ മനയിലെ കാരണവർക്ക് ഒരു തോന്നലുണ്ടായി. കുടുംബ പരദേവതയുടെ ചൈതന്യ സാന്നിധ്യം അങ്ങ് കിഴക്ക് ദേശത്തുണ്ടെന്ന്. തോന്നലിലുണ്ടായ ദേവീ സാന്നിധ്യം തേടി ഒരു നാൾ കാരണവരും പരിവാരങ്ങളും പാലക്കാട് നിന്നും യാത്ര തിരിച്ചു. തെക്ക് അനന്തപുരിയിലെത്തിയ കാരണവർ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വടക്കുഭാഗത്തായി വിശാലമായ പാടങ്ങൾക്കും കായലിനുമിടയിലെ പ്രദേശത്താണ് ദേവീ ചൈതന്യമുള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി. തോന്നലുണ്ടായ സ്ഥലത്ത് കാരണവർ ദേവീ ചൈതന്യം ആവാഹിച്ച് ചെറിയൊരു ക്ഷേത്രം പണിതു. ഈ ക്ഷേത്രമാണ് ഇന്ന് പള്ളിപ്പുറം തോന്നൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ പള്ളിപ്പുറം കേന്ദ്ര റിസർവ് സേന ആസ്ഥാനത്തിനടുത്താണ് തോന്നൽ ഭഗവതി ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മഹാപൂജകൾക്ക് നിരന്തരം വേദിയൊരുക്കുന്ന ക്ഷേത്രം കൂടിയാണ് തോന്നൽ ഭഗവതി ക്ഷേത്രം.
സർവാഭീഷ്ട വരദായിനിയായ ഭഗവതിയെ തൊഴുതു വണങ്ങുന്ന ഭക്തന് ഉണ്ടാകുന്നതെല്ലാം നല്ല തോന്നലുകളാണ്. ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന തോന്നലുകൾ, കുടുംബത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ, സമൂഹത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ, സർവോപരി മോക്ഷമാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന തോന്നലുകൾ. അങ്ങനെ അഭീഷ്ട വരസിദ്ധിയോടൊപ്പം നല്ല തോന്നലുകളും ഭക്തർക്ക് ദേവി പ്രസാദമായി നൽകി അനുഗ്രഹിക്കുന്നു. ഈശ്വര്യമേഘടേ ശ്രീഭുവനേശ്വരി ജഗദംബികേ. ക്ഷിപ്രപ്രസാദിനിയാം 2 നാലമ്പലമുള്ള ക്ഷേത്രമാണ് തോന്നൽ ഭഗവതി ക്ഷേത്രത്തിന്. ആദ്യത്തെ നാലമ്പലത്തിന് മുഖമണ്ഡപമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിനും ഇതുപോലെ മറ്റു പല മഹാക്ഷേത്രങ്ങളിലും കാണുന്ന തരത്തിൽ മണ്ഡപത്തോടു കൂടിയ ശ്രീകോവിലാണ് ഇവിടെ. ആ ശ്രീകോവിലിലാണ് അഭീഷ്ട വരദായിനിയായ ശ്രീരാജരാജേശ്വരിയായ തോന്നൽ ഭഗവതി കുടികൊള്ളുന്നത്. കിഴക്ക് ദർശനമായാണ് ആദിപരാശക്തിയായ ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മുമ്പ് ക്ഷേത്രത്തിന് മുന്നിൽ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പാടമായിരുന്നു. പഴയ പ്രതാപമില്ലെങ്കിലും ഇന്നും പാടത്തിന് വിസ്തൃതിയുണ്ട്. ആദിപരാശക്തിയായ ദേവി വാണരുളുന്ന ക്ഷേത്രത്തിലെ കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ദ്വാരപാലക സങ്കല്പത്തിലും പ്രത്യേകതയും സങ്കല്പവുമുണ്ട്. മുൻവശത്തെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് മയിലിനോടൊപ്പമുള്ള ശൂലാധാരിയായ സുബ്രഹ്മണ്യനാണ്. അമ്മയെ, സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് ശ്രീമുരുകൻ. ദേവിക്കും പ്രിയപ്പെട്ടവനായിരുന്നു സ്കന്ദൻ. ക്ഷേത്രത്തിന്റെ പുറകിലെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് ഗണപതിയാണ്. മാതാപിതാക്കളാണ് തനിക്ക് പ്രപഞ്ചമെന്ന് പറഞ്ഞ ഗണേശനും ഇവിടെ അമ്മയ്ക്ക് കാവലായി നിതാന്ത ജാഗ്രതയിൽ നിൽക്കുന്നു. മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും മുന്നിലും പിറകിലും കാവൽ നിൽക്കുമ്പോൾ തോന്നൽ ഭഗവതിക്ക് ശ്രീ പാർവതിയുടെ ഭാവമാണ്. ദുർഗയും ലക്ഷ്മിയും ഭദ്രയും സരസ്വതിയും ശ്രീ പാർവതിയും ഒരു സങ്കല്പമായി തോന്നൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ സർവവിഘ്ന നിവാരണനായി ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട്. നാലമ്പലത്തിന് പുറത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം. ശിവക്ഷേത്രത്തിന് വടക്ക് തൊട്ടടുത്താണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും സ്ഥാനം. തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ബന്ധമുണ്ട് തോന്നൽ ദേവീക്ഷേത്രത്തിന്. കെട്ടുവീട്ടിൽ പിള്ളമാരുടെ ആസ്ഥാനമായിരുന്നു പള്ളിപ്പുറം. അക്കാലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിന്. ആറ്റിങ്ങൽ കൊട്ടാരത്തോട് ചേർന്നുള്ള തിരു ആറാട്ടുകാവിൽ നടക്കുന്ന അരിയാട്ട് വാഴ്ച പ്രധാനപ്പെട്ട രാജകീയ ചടങ്ങാണ്. ഇന്നും പ്രൗഢിയൊട്ടും കുറയാതെ ആ ചടങ്ങ് നടത്തിവരുന്നു. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അനന്തപുരിയിൽ നിന്ന് അരിയാട്ട് വാഴ്ചയ്ക്കായി അദ്ദേഹവും രാജകുടുംബാംഗങ്ങളും സൈന്യവും പുറപ്പെട്ടു. കുതിരകളെ പൂട്ടിയ രഥത്തിലായിരുന്നു രാജാവിന്റെ യാത്ര. ഓരോ 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴും കുതിരകൾക്ക് വിശ്രമം കൊടുക്കാൻ യാത്രയ്ക്ക് ഇടവേള ഒരുക്കുമായിരുന്നു. അത്തരത്തിൽ ഒരു ഇടത്താവളമായിരുന്നു പള്ളിപ്പുറം. അന്ന് ഈ ക്ഷേത്രം ജീർണിച്ച് കാട് കയറി ഭക്തരുടെ സാന്നിധ്യമില്ലാതെ കിടക്കുകയായിരുന്നു. വിശ്രമത്തിന് ശേഷം കുതിരകളെ പൂട്ടി യാത്ര ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ രഥം ഒരു വിധത്തിലും അനങ്ങാതെയായത്രേ. രാജാവും പരിവാരങ്ങളും വിഷമിച്ചു നിൽക്കുമ്പോൾ ചില നാട്ടുകാരെത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ പരിതാപകരമായ അവസ്ഥ വിവരിച്ചു. നാട്ടുകാരുടെ സങ്കടം കേട്ട രാജാവ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന് മുന്നിലെത്തി ദേവിയെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എത്രയും വേഗം നടത്താമെന്നും പെട്ടെന്നുണ്ടായ തോന്നലിൽ അദ്ദേഹം സത്യം ചെയ്തു. അപ്പോഴേക്കും രഥം അനങ്ങുകയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തി അരിയാട്ട് വാഴ്ച കെങ്കേമമായി നടത്തുകയും ചെയ്തു. താമസിയാതെ രാജാവ് ദേവിക്ക് മുന്നിൽ അർപ്പിച്ച വാക്കു പാലിച്ചു.
ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപത്തോട് ചേർന്ന് വട്ടെഴുത്ത് കാണാം. ഓരോ കാലത്തും ക്ഷേത്രത്തിൽ നടന്ന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് വട്ടെഴുത്തിൽ അധികവും. കൊല്ലവർഷം 654 ആണ്ടിൽ പുനരുദ്ധാരണം നടത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പൗരാണികത വെളിപ്പെടുത്തുന്ന പുരാതന ലിപികളും ഇവിടെ കാണാം. 1475 തുടങ്ങി ക്ഷേത്ര പുനരുദ്ധാരണം 1479 പ്രതിഷ്ഠ നടത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന ശില്പകലാ സൗന്ദര്യം നിറഞ്ഞതാണ് ശ്രീലക ഗോപുരം. പുരാണ കഥകളുടെ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മികവോടെ നിൽക്കുന്നു. ശാന്തഭാവത്തിലുള്ള കടിശർക്കര പ്രയോഗത്തിൽ അധിഷ്ഠിതമായ മഹിഷാസുരമർദ്ദിനിയുടെ വിഗ്രഹമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മഞ്ഞക്കാപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ അതിവിശിഷ്ടമായി നടത്തി വരുന്നു. എല്ലാ ദിവസവും രാവിലെ 9:30 മണിക്ക് വാദ്യമേളങ്ങളോടെ ദേവിയുടെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും അതിൽ ഔഷധക്കൂട്ടുകളും ദ്രവ്യങ്ങളും ആലേപനം ചെയ്ത് മഞ്ഞക്കാപ്പ് നടത്തി തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങ് അതിവിശിഷ്ടമായ രീതിയിൽ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിന് മാസങ്ങളോളം ബുക്ക് ചെയ്ത് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൗർണമി ദിവസമുള്ള പ്രത്യേക പൂജകൾ, ആയില്യ ദിവസമുള്ള പൂജകൾ, ഇങ്ങനെ നിരന്തരം ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലെത്താറുണ്ട്. ഇന്നത്തെ രീതിയിൽ കെട്ടിലും മട്ടിലും തോന്നൽ ദേവീക്ഷേത്രം പണിയുന്നതിന് നേതൃത്വം നൽകിയത് ശ്രീമൂലം തിരുനാളായിരുന്നു. അഷ്ടകോണുകളോടുകൂടിയ പ്രത്യേകമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രം. അതായത് വിരിഞ്ഞ താമര രൂപത്തോടു കൂടിയ ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്ര നിർമ്മാണത്തെ പത്മവരി എന്നാണ് പറയാറുള്ളത്. ഇത്തരമൊരു ക്ഷേത്ര നിർമ്മിതി അപൂർവമാണ്. അതിനുള്ളിൽ കുടികൊള്ളുന്ന ദേവീ വിഗ്രഹത്തിനും പ്രത്യേകതയുണ്ട്. 2 വിഗ്രഹങ്ങളാണ് ഇവിടെ. കടുശർക്കര കൊണ്ടുള്ള മൂലപ്രതിഷ്ഠയാണ്. കടുശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രസിദ്ധവും പ്രസക്തവുമാണ്. പഞ്ചലോഹ വിഗ്രഹത്തിലെ ചൈതന്യത്തെയാണ് ഭക്തർ ആദ്യം ദർശിക്കുന്നത്. ഈ വിഗ്രഹത്തിനു പിന്നിലാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ച അഷ്ടബാഹുക്കളോട് കൂടിയ 6 അടിയിലേറെ ഉയരമുള്ള മൂലബിംബം. ശ്രീലകത്ത് ഒരു ദേവീ ചൈതന്യത്തിന്റെ 2 വിഗ്രഹങ്ങളെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദോഷങ്ങൾ അകലുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹിഷാസുരനെ വധിച്ച ശേഷം ദുർഗാദേവി ശാന്തഭാവം കൈവരിച്ച നിലയിലാണ് പ്രതിഷ്ഠ. ആസുരിക മൂർത്തിയായ മഹിഷന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ദേവി സർവാഭരണ വിഭൂഷിതയും ആയുധധാരിയുമായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. കടിശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠയായതിനാൽ ഇവിടെ അഭിഷേകമില്ല. അഭിഷേകവും ദീപാരാധനയും മറ്റൊരു പഞ്ചലോക വിഗ്രഹത്തിലാണ് നടത്തിവരുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത അതിവിശിഷ്ടമായ മഞ്ഞക്കാപ്പ് ദർശനം തോന്നൽ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. ദേവി ഭക്തരുടെ അരികിലെത്തി അവർക്ക് ദർശനം നൽകുന്നു എന്നാണ് ഈ ചടങ്ങിലെ ഒരു പ്രത്യേകത. ഭുവനേശ്വരി അഖിലവും നീ തന്നെ ജഗദീശ്വരി. വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ഐശ്വര്യത്തിനായി ചെയ്യുന്ന വഴിപാടാണിത്. ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തെ മുഖമണ്ഡപത്തേക്ക് എഴുന്നള്ളിച്ച് അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത് ആരതിയൊഴിയും. ആ സമയം നാഗസ്വരം, പാണി, വായ്ക്കുരവ, ശംഖനാദം, മണിയൊച്ച എന്നിവയ്ക്കൊപ്പം ഭക്തർ ജപിക്കുന്ന അമ്മേ നാരായണ എന്ന മന്ത്രം കൊണ്ടും ഭക്തി സാന്ദ്രമായിരിക്കും അപ്പോൾ ദേവിയുടെ തിരുനട. മഞ്ഞക്കാപ്പിന്റെ നിവേദ്യത്തിനും പ്രത്യേകതയുണ്ട്. അരി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറുപയർ, കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില തുടങ്ങി ചേർത്തുണ്ടാക്കുന്ന മഞ്ഞ പൊങ്കലാണ് പ്രസാദ നിവേദ്യമായി ഭക്തർക്ക് കൊടുക്കുന്നത്. ദർശനം പുണ്യമമ്മേ, നിൻ ദിവ്യ ദർശനം ശതകോടി പുണ്യമമ്മേ. അഭയം നൽകണേ ദേവി, നിൻ കാൽക്കലാശ്രയം നൽകണേ മാതേ. ശ്രീ ഭഗവതിയുടെ ജന്മനക്ഷത്രമായ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ക്ഷേത്രത്തിലെ ആദ്യ ഉത്സവം. ഈ ദിവസം ദേവീപ്രീതിക്കായി ആയിരക്കണക്കിന് സ്ത്രീകൾ ഇടുന്ന തൃക്കാർത്തിക പൊങ്കാല പ്രസിദ്ധമാണ്. ഇതിനുശേഷം
മണ്ഡല പൂജയോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവവും പ്രസിദ്ധമാണ്. അഖിലേശ്വരി, ഭുവനേശ്വരി, അഖിലവും നീ തന്നെ ജഗദീശ്വരി, ആലംബഹീനർക്കു താങ്ങായി ദേവി, തിരുത്തോന്നലമരുന്ന ജഗദം